സോ ഒരുപാട് പേരിപ്പം സ്റ്റുഡൻസ് കാണും, സ്നേഹ ടീച്ചർ സർക്കാർ സർവീസിൽ ജോലി കിട്ടിപ്പോയി, പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യണവർ കാണും, എല്ലാ ജോലി ചെയ്യണവരൊക്കെ കാണാം. സൈഡായിട്ട് കുറച്ച് ഇൻകം സ്ട്രീംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ കാര്യങ്ങൾ വാങ്ങാനും പറ്റും, ഫീസ് അടയ്ക്കാനും എല്ലാത്തിനും പറ്റും. ചിലപ്പോൾ ഫീസ് അടയ്ക്കാനൊക്കെ ചിലർ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിനുവേണ്ടി എങ്ങനെ നിങ്ങൾക്ക് സൈഡ് ഇൻകം സ്ട്രീംസ് കുറച്ച് 2-3 സൈഡ് ഇൻകം സ്ട്രീംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ കാര്യങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകും. 780 രൂപ. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് സൈഡ് ഇൻകം സ്ട്രീംസ് ഉണ്ടാക്കാം? അതിൽ മെയിനായിട്ട് ഞാൻ ഇന്നൊരു 4 ഇൻകം സ്ട്രീംസ് ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഈ ഒരു 4 ഇൻകം സ്ട്രീംസിൽ നിന്ന് നിങ്ങൾക്ക് നല്ല അത്യാവശ്യം നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. സോ ഗൈസ്, ഇതിൻ്റെ ലാസ്റ്റത്തെ ഏർണിങ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം $1,482 എന്ന് പറയും. ഇന്ത്യൻ രൂപ 1 ലൈക്കിന് മുകളിലുണ്ട്, 1.3 സംതിങ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ആയിട്ട് വരുന്ന സൈഡ് ഇൻകം എന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോ എഡിറ്റ് ചെയ്യണവർ കാണും. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ഇടുന്ന ഒരുപാട് പേരുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്നത്, യൂട്യൂബിലൊക്കെ ഇടുന്നത് അങ്ങനെ. അപ്പോൾ ഒരുപാട് പേര് നന്നായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണവർ എനിക്കും അറിയാം. CapCut വീഡിയോ എഡിറ്റ് ചെയ്യണവർ കാണും, DaVinci Resolve ചെയ്യണവർ കാണും, Adobe Premiere Proയിൽ അങ്ങനെ പല ഇതിലും വീഡിയോ എഡിറ്റ് ചെയ്യണവർ കാണാം. അപ്പം നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാലും അതൊരു വിഷയമല്ല. നിങ്ങൾ നന്നായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്ത് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour ഒരു നല്ല ഹൈ ക്വാളിറ്റി റീൽ ചെയ്യാൻ ആവശ്യം വരും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ നല്ല രീതിയിൽ റീൽസ് ഒക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി മിക്കവരും ക്ലയൻസ് കിട്ടാനാണ് പാടുപെടുന്നത്. അപ്പം മിക്കവർക്കും നന്നായിട്ട് ചെയ്യാൻ അറിയാം, പക്ഷെ അവർക്ക് വർക്കൊന്നും കിട്ടുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിൽ നെറ്റ്വർക്കിംഗ് ചെയ്യണം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യണതിൻ്റെ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് നിങ്ങൾ അതൊരു റീലൊക്കെ ആക്കി പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലീഡ്സ് വരും. കൂട്ടുകാരത്തെ എല്ലാത്തും പറയണം, ഞാൻ ഇതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യും. ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഉണ്ടല്ലോ, ഞാൻ എഡിറ്റ് ചെയ്ത് തരാം, നിങ്ങൾ വേറെ ആരുടെയെങ്കിലും കൊടുക്കണ്ട. ഓക്കെ, പക്ഷേ റേറ്റ് എത്ര? റേറ്റ് കുറവാണല്ല, എങ്കിൽ നീ ചെയ്തോ. അപ്പം ഇതേപോലെ എനിക്ക് ഫണ്ട് ഇത്ര ഒരു 30 സെക്കൻഡ് റീലിന് ഇപ്പോൾ ഒരു 200 rupees തരാണെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്ത് തരാം എന്ന് പറയണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ നന്നായിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വർക്കുകൾ കിട്ടും. വീഡിയോ എഡിറ്റിംഗ് വഴി നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സൈഡ് ഇൻകം സോഴ്സ്. സോ രണ്ടാമതായിട്ട് വരുന്ന സൈഡ് ഇൻകം ആണ് ഫോട്ടോഷൂട്ട്, ഫോട്ടോ എഡിറ്റിങ്. അപ്പം നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷൂട്ട് ചെയ്ത് കൊടുത്ത് നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ചിലർ ഷൂട്ട് ചെയ്യണതിന് നല്ല എമൗണ്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. അപ്പം നിങ്ങൾ പ്രൊഫഷണൽ അല്ല, ഞാൻ പറഞ്ഞ സൈഡായിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് ചാർജ് ചെയ്യാം. ഈ എക്സ്ട്രാ ഒക്കെ ചിലവർ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയൊക്കെ ഷൂട്ട് ചെയ്ത് ഏൺ ചെയ്യണവരുണ്ട്. അപ്പം നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ അറിയാം, ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ ഒരുപാട് പേരത്ത് നിങ്ങൾ അത് പറയുക. അതേപോലെ നിങ്ങൾ നല്ല രീതിയിൽ നെറ്റ്വർക്കിംഗ് ചെയ്യുക. അങ്ങനെ നെറ്റ്വർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വർക്കുകൾ കിട്ടും. അത് ഞാൻ സിനിമാറ്റിക് മോഡലെടുക്കാം. ഇപ്പം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. തലഭാഗം കറക്റ്റ് കിട്ടണം. ഇത് മതിയില്ല, ഇത്രയും മതിയില്ല. ഓക്കെ, എടുത്തിട്ടുണ്ട് കേട്ടോ, എടുക്കണുണ്ട്, കുറച്ച് കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഒരു ഐഫോൺ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം 2-3 വർക്കുകളൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ റെഡിയാക്കാൻ പറ്റും. ഐഫോൺ അല്ലെങ്കിൽ ക്യാമറ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഒരു ക്യാമറ, നല്ല ഹൈ ക്വാളിറ്റി ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പേര് വിദേശത്തൊക്കെ പഠിക്കുന്നവർ ഇതേപോലെ ഷൂട്ടിങ്ങിനൊക്കെ പോയി അവർ ഏൺ ചെയ്യണുണ്ട്. എൻ്റെ 2 ഫ്രണ്ട്സ് അങ്ങനെ ചെയ്ത് അവർ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ സൈഡ് ഒരു ഇൻകം സ്ട്രീം, ഫോട്ടോഷൂട്ട്, വീഡിയോ ഷൂട്ടൊക്കെ ചെയ്ത് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ വഴി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഇൻകം സ്ട്രീം. സോ നമ്മുടെ തേർഡ് ഇൻകം സ്ട്രീമായിട്ട് വരുന്നത് വ്ളോഗിങ് ആണ്. വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, ആർട്ടിക്കിൾ പബ്ലിഷിങ്, പിന്നെ ഗൂഗിൾ ആഡ്സെൻസ് വഴി ഏൺ ചെയ്യുക. അതാണ് നമ്മുടെ തേർഡ് ഇൻകം സ്ട്രീം. അപ്പം അതിനെപ്പറ്റി മിക്കവർക്കും കുറച്ച് പേർക്കൊക്കെ അതിനെപ്പറ്റി ധാരണ ഉള്ളതെന്ന് എനിക്കറിയാം. ആർട്ടിക്കിൾ റൈറ്റ് ചെയ്ത് വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്ത് ആഡ്സെൻസ് വഴി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യണത്. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോസ് ഇനി ഈ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൽ നിങ്ങൾ ആർട്ടിക്കിൾസ് റൈറ്റ് ചെയ്ത് ആഡ്സെൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ ആഡ്സെൻസ് അപ്രൂവൽ ആകുമ്പോൾ നിങ്ങൾക്ക് ആൾക്കാർ നിങ്ങൾ ഒരുപാട് വെബ്സൈറ്റുകൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിലൊക്കെ സൈഡിൽ ആഡ്സ് കാണിക്കും. അപ്പോൾ ഈ ആഡ്സിൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും, പക്ഷെ അങ്ങനെ ഇത് യൂട്യൂബിലന്ന് ആൾക്കാർക്ക് ആഡ്സെൻസ് വഴി ഏർണിങ്സ് കിട്ടുമല്ലോ, അതേപോലെ സെയിം തന്നെയാണ് ഇത്. അങ്ങനെ നിങ്ങൾക്ക്
ആർട്ടിക്കിൾസ് ഒരുപാട് പേര് ഡാറ്റ എൻട്രി ജോബ് നോക്കണവരെ എനിക്കറിയാം. ടൈപ്പ് ചെയ്ത് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ എനിക്കറിയാം. ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബ്ലോഗറിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് റൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയെന്ന് വെച്ചാൽ അത് ഒരുപാട് സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ബ്ലോഗിങ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ. പറ്റും. ഞാൻ കോളേജ് ടൈമിൽ ചെയ്ത് അത്യാവശ്യം ഒരു 1.3 lakhs സംതിങ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത്രയൊക്കെ നല്ല രീതിയിൽ സൈഡ് ഇൻകം ആവട്ടെ. നിങ്ങളിപ്പം ജോലി ചെയ്യണമെങ്കിൽ രാത്രിയൊക്കെ ഇരുന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഇപ്പോൾ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്താലും മതി, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള എൻ്റെ ഇൻകം സോഴ്സ്. അതാണ് സൈഡ് ഇൻകം സോഴ്സ്. അപ്പോൾ അതാണ് നമ്മുടെ തേർഡ് സൈഡ് ഇൻകം സോഴ്സ്. സോ അടുത്ത് മെയിനായിട്ട് വരുന്ന ഒരു ഇൻകം സ്ട്രീമാണ് യൂട്യൂബ് വഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഒരുപാട് യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. സൈഡായിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ചെയ്യാം. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു നീഷ് ഒരു ടോപ്പിക്ക് പിക്ക് ചെയ്ത് അതിൽ വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ തന്നെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എങ്ങനെ നിങ്ങൾക്ക് ഒരു യൂട്യൂബർ ആവാം, എങ്ങനെ നിങ്ങൾക്ക് യൂട്യൂബിന് വേണ്ടിയുള്ള ടോപ്പിക്സ് കണ്ടുപിടിക്കുക, നിങ്ങൾ ആ നീഷിന് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കണ്ടുപിടിക്കുക. അത് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് പല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. ആഡ്സെൻസ് വഴി ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ സ്പോൺസർഷിപ്പ്, പ്രൊമോഷൻ, അങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒക്കെ വഴി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം ഒരു യൂട്യൂബർ ആവാൻ വേണ്ടി നിങ്ങൾക്ക് ഫസ്റ്റ് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്യാമറ അല്ലെങ്കിൽ ഒരു ഹൈ ക്വാളിറ്റി വീഡിയോ റെക്കോർഡിങ് ചെയ്യാൻ പറ്റുന്ന ഫോണ്. അതിപ്പോൾ ഐഫോൺ ആണ് ഏറ്റവും ബെസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഫോണിൽ. പിന്നെ രണ്ടാമത് വരുന്ന S23 അത്യാവശ്യം കൊള്ളാം വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിന് വേണ്ടി നിങ്ങൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് മെയിനായിട്ട് നിങ്ങൾ വാങ്ങേണ്ടത് ക്യാമറ അല്ലെങ്കിൽ ഒരു ഹൈ ക്വാളിറ്റി ക്യാമറ ഉള്ള ഒരു ഫോൺ. ഇത് ഏതെങ്കിലും ഒന്ന് റെഡിയാക്കിയിട്ട് വേണം നിങ്ങൾ യൂട്യൂബ് തുടങ്ങാൻ. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ സംസാരിച്ച് ഫേസ് കാണിച്ചുള്ള യൂട്യൂബ് ചാനലാണെങ്കിൽ അങ്ങനെ വേണം തുടങ്ങാൻ. സോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതല്ല, ഫേസ്ലെസ് ആയിട്ട് യൂട്യൂബ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതങ്ങനെ ചെയ്യാൻ നല്ല എഡിറ്റിംഗ് സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഫേസ്ലെസ് ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഓ, കഷ്ടപ്പെട്ട് ക്യൂട്ടിനെസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ. പിന്നെ പ്ലേ ബോയ്. എടാ, നീ ആദ്യം പറഞ്ഞു നീ ആഷിക്കാണെന്ന്, പിന്നെ പറഞ്ഞ് ഹെയർ ബോയ് ആണെന്ന്, അത് കഴിഞ്ഞ് പറഞ്ഞ് പ്ലേ ബോയ് ആണെന്ന്. സത്യത്തിൽ കോനത്തു. ഞാൻ അല്ലാതെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഫേസ് കാണിച്ച് യൂട്യൂബ് ചെയ്യുന്നവരുണ്ടല്ലോ, അവരാണ് മിക്കവരും യൂട്യൂബിൽ അത്യാവശ്യം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു ക്യാമറയിൽ നിങ്ങൾ ക്യാമറ, ലൈറ്റിങ്, ഞാൻ പറഞ്ഞില്ലേ ഫോൺ, എനിക്ക് നല്ല ക്യാമറ പറ്റിയില്ലെങ്കിൽ നല്ല ക്യാമറ ഉള്ള ഒരു ഫോൺ, ഇതിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂട്യൂബിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഗൈസ്, അങ്ങനെ പുതിയ ലൈറ്റ് സെറ്റപ്പ് നമ്മൾ യൂട്യൂബിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ വീഡിയോസ് കുറച്ചുകൂടെ ക്വാളിറ്റി വരുന്നതായിരിക്കും. അപ്പം എൻ്റെ എഡിറ്റിങ് കുറേ 2 സ്കിൽസ് കൂടെ അറിഞ്ഞിരിക്കണം യൂട്യൂബ് ചെയ്യണമെങ്കിൽ. അപ്പോൾ യൂട്യൂബ് നിങ്ങൾക്കൊരു സൈഡ് ഇൻകം നല്ലൊരു ബെസ്റ്റ് സൈഡ് ഇൻകം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് നമ്മളെ 4 ഇൻകം സ്ട്രീംസ് വരുന്നത്. അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾ അത്യാവശ്യം സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സൈഡ് ഇൻകം അത് മാറ്റാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് ഇപ്പോൾ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പോൾ സ്കൂളിലോ കോളേജിലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ബെസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, ആർട്ടിക്കിൾ പബ്ലിഷിംഗ് ആയിരുന്നു, ബ്ലോഗിങ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലും എനിക്ക് ഏണിങ്സ് വന്നുകൊണ്ടിരിക്കും. അതെന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഉറങ്ങുന്ന ടൈമിലും അങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഏണിങ്സ് വന്നുകൊണ്ടിരിക്കും. കാരണം ആൾക്കാർ ആഡ്സ് കണ്ട് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ ഏണിങ്സ് വന്നുകൊണ്ടിരിക്കും. സൈഡ് ഇൻകം സോഴ്സ് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ അത്യാവശ്യം ഏണിങ് ചെയ്യാം. അതേപോലെ വർക്ക് നിങ്ങൾ ചെയ്യുന്ന വർക്കും പോകും. അതുപോലെ നിങ്ങൾ നിങ്ങളെ പഠിത്തവും മുന്നോട്ട് പോകും. അതോടൊപ്പം കൊണ്ട് കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഏറ്റവും ബെസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നല്ല ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾ അത്യാവശ്യം ഹൈ ക്വാളിഫൈ ആവണം. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്കില്ല് ഇതിലേതെങ്കിലും ഒരു 4 എണ്ണം ഞാൻ പറഞ്ഞില്ല, അതിലേതെങ്കിലും ഒന്നിലും നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് നല്ല രീതിയിൽ ജെന്യൂനായിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും.
അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണവരെ ഗുഡ് ബൈ.